ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. വേണു സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല, എൻ്റെ ഗുരുനാഥൻ. അതിനപ്പുറം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ കടുത്തുരുത്തിയിലാണുള്ളത്. സാർ ഇപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഫുഡ് എന്ന് പറയുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെല്ലാം ആരോഗ്യപരമായും മാനസികപരമായും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം സാറ് പറയുണ്ടായി. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നവലോക ഫുഡ് കമ്പനി എന്ന പേരിൽ സാർ ഒരു മില്ലറ്റിന്റെ അല്ലേ സാറ്, മില്ലറ്റിന്റെ ഒരു കമ്പനി തുടങ്ങുകയാണ്. ഇന്ന് അതിന്റെ ഇനാഗുറേഷൻ ആണ്. അപ്പൊ അതിനായിട്ട് വന്നേക്കുന്നതാണ്. സാറിനോട് അതിനെക്കുറിച്ച് കൂടുതലൊന്ന് ചോദിക്കാം. സാർ അതിനെക്കുറിച്ച് പറയുന്നതാണ്. താങ്ക് യു ആൻഡ് വെൽക്കം രാധിജ. രാധിജ എൻ്റെ സ്റ്റുഡൻറ്റ് എന്നതിനപ്പുറം എൻ്റെ ഒരു കുടുംബാംഗം കൂടിയാണ്. പല വീഡിയോകളിൽ രാധിജ എന്നെക്കുറിച്ച് പറയുകയും എന്നെ തന്നെ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വളരെ സന്തോഷം ഈ ദിവസം കടുത്തുരുത്തിയിൽ രാധിജ എത്തി എന്നുള്ളത്. ഏറ്റവും പ്രധാനമായി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണം എന്താണ്, നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും കൃത്യമായ ധാരണകളില്ല. അപ്പോൾ അങ്ങനെയാണ് ആദരണീയനായ ദയാൽ സാറിൻ്റെ ഒരു ക്ലാസ് ഞാൻ കൂടുകയും ആ ക്ലാസ്സിൽ നിന്ന് സാറിൻ്റെ കൃത്യമായ നമ്മുടെ ഭക്ഷണം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച്, അത് ആരോഗ്യവുമായി എങ്ങനെയാണ് നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോഴാണ് യുണൈറ്റഡ് നേഷൻസ് മില്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വർഷം തന്നെ ആഘോഷിച്ചതിനെക്കുറിച്ചുമൊക്കെ അറിയുകയും, അപ്പോൾ മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഭക്ഷണ ഉൽപ്പന്നങ്ങൾ, ഒരു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കർഷകനാണ്. അതുകൊണ്ട് കർഷകരെ നമുക്ക് എംപവർ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ നിലനിൽക്കുന്നത് കർഷകൻ ഭക്ഷണം ഉണ്ടാക്കിയതുകൊണ്ടാണ്. അപ്പോൾ കർഷകരാണ് നമ്മുടെ നാടിൻ്റെ പ്രഥമ പ്രജ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കുകയും അത് കൂടുതൽ മൂല്യവർദ്ധിതമാക്കി മാർക്കറ്റിലേക്ക് ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് നവലോക ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ രൂപീകരണത്തിൻ്റെ ഉദ്ദേശം. അതിൻ്റെ എല്ലാ സോഴ്സ് ഓഫ് എനർജി, ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ആദരണീയനായ KV ദയാൽ സാറാണ്. അതാണ് നവലോകയെക്കുറിച്ച് പറയാനുള്ളത്. വളരെ കൃത്യമായി മില്ലറ്റുകളുടെ ഒരു ശ്രേണി, ആ മില്ലറ്റുകൾ ഇന്ന് കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും സീനിയർ സിറ്റിസൺസിനും ഒക്കെ ഉപയോഗിക്കാവുന്ന തരത്തിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കഴിക്കാവുന്ന തരത്തിലുള്ള 10 മില്ലറ്റുകളുടെ വിഭവങ്ങളാണ് നമ്മളിന്ന് വിപണിയിൽ ഇറക്കുന്നത്. അതിനകത്ത് പിന്നെ മ്യുസലി, ഹണി മ്യുസലി, ചോക്ലേറ്റ് മ്യുസലി തുടങ്ങിയിട്ടുള്ളതുണ്ട്. റാഗി മാൾട്ടുണ്ട്, ഫ്ലേക്സ്, അവലുകൾ, മില്ലറ്റിൻ്റെ അവലുകളുണ്ട്, പുട്ടുപൊടിയുണ്ട്, ദോശ ഇഡ്ഡലി മിക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന, കഷ്ടപ്പെടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാവുന്ന തരത്തിലുള്ള മില്ലറ്റിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിന്ന് വിപണിയിൽ ഇറക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ദയാൽ സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രാധിജയ്ക്കും അതുപോലെ തന്നെ രാകേഷിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്, സ്വാഗതവും ആശംസിക്കുകയാണ്. താങ്ക് യു. നവലോക ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും അതാണ് പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. സാധാരണ മില്ലറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല, നമുക്കാണെങ്കിലും കഴിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടെന്നുള്ളതാണ്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് അമ്മമാർക്കൊക്കെ, വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് ഫുഡ് ഉണ്ട്. അത് മാത്രമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾ പലരും ഓൺലൈനിൽ കൊടുക്കുന്നുണ്ടോ? ഓൺലൈനിലുണ്ട്. അപ്പൊ ഓൺലൈൻ സൈറ്റിന്റെ അഡ്രസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഒക്കെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാം. ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ 2 മിനിറ്റ്സ് എന്നാണ്. അപ്പം തീർച്ചയായിട്ടും ലിങ്കും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുന്നതാണ്. താങ്ക് യു സാർ. ഞങ്ങളിപ്പം പ്രോഗ്രാമിലേക്ക്. താങ്ക് യു. പ്രിയപ്പെട്ട ബന്ധു ജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം. വളരെ യാദൃശികമായി ദയാൽ സാറിൻ്റെ ഒരു വാനപ്രസ്ഥം ക്ലാസ്സിനെ കുറിച്ച് എൻ്റെ സഹോദരി പറയുകയും ഏറ്റുമാനൂരിൽ ഞങ്ങൾ രണ്ടുപേരും സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോവുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ജോലിയുള്ളവരാണ്. ശനിയാഴ്ചയാണ്, അതുകൊണ്ട് 20 ക്ലാസ്സിൽ പോകാൻ പറ്റുമോ? എല്ലാ ക്ലാസ്സിലും പോകാൻ പറ്റുമോ? കാരണം കുറച്ച് പ്രഭാഷണമൊക്കെ ഉള്ളവരാണ്. എന്നാലും പോകാം, സാറിനെ ഒന്ന് കാണാമല്ലോ. അങ്ങനെ ഒരു ചിന്തയുടെ പുറത്താണ് ഏറ്റുമാനൂരിൽ ഞങ്ങൾ സാറിൻ്റെ ക്ലാസ്സിൽ ചെയ്യുന്നത്. സാറിനെ എനിക്കും എൻ്റെ സുഹൃത്ത് ഡോക്ടർ റെജി തോമസ്, അദ്ദേഹം ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ
ഫാക്കൽറ്റിയാണ്. ഞങ്ങൾ രണ്ടുപേരും മാസ്റ്റേഴ്സിന് പഠിക്കുന്ന സമയത്ത് സാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രോജക്റ്റുകളിൽ സാറുമായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സാറുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് സാറിനെ പിന്നീട് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ക്ലാസ്സിൽ പോയി ആദ്യത്തെ ഒരു വലിയ ക്ലാസ്മേറ്റിന്റെ ഒരു റൂൾഡ് ബുക്കുമായിട്ടാണ് പോകുന്നത്. പിള്ളേരെ പഠിപ്പിക്കുന്ന ആളാണെന്നുള്ളത് കൊണ്ട് സ്വയം ക്ലാസ്സിൽ ഇരിക്കാറില്ല. സാറിന്റെ 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു. ക്ലാസ് തുടങ്ങി ഏതാണ്ട് ഉച്ചവരെയുള്ള സമയം കൊണ്ട് ഞാൻ 9 പേജ് എഴുതി ക്ലാസ്മേറ്റിന്റെ ബുക്കിൽ. ഞാനൊരു നിധി പോലെ അതിലൂടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ചരിത്ര രേഖയാണ്. സാറ് പറയുന്ന ഓരോ വാക്കും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നമുക്ക് എഴുതാൻ പറ്റാതെ ചിലതൊക്കെ നമ്മൾ വിടുമല്ലോ, സ്കിപ്പ് ചെയ്യും, ഇത് നിർത്തി. ഇനി സാറോ നമുക്കത് എഴുതാനും നമുക്കത് മനസ്സിലാക്കാനും ഉള്ള സാവകാശം തന്നിട്ടാണ് സാറ് അടുത്ത പോയിന്റിലേക്ക് പോകും. ആ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഇന്ന് ധാരാളം അറിവുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്, പണ്ഡിതന്മാരായിട്ടുള്ളവരുണ്ട്. ഏത് മേഖലയെ കുറിച്ചും അവസാന വാക്കായി നിൽക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവർക്ക് ഔട്ട്പുട്ടില്ല. ഇൻപുട്ട് ഉണ്ടാവും, ഔട്ട്പുട്ടില്ല. സാറിനെ സംബന്ധിച്ച് ഇൻപുട്ടുമുണ്ട്, ഔട്ട്പുട്ടുമുണ്ട്. സാർ അറിയുന്ന കാര്യങ്ങൾ സമൂഹത്തിലെ എല്ലാ ആളുകളുടെ അടുത്തേക്കും ഇങ്ങനെ വാരി വെതറുകയാണ്. ഞങ്ങൾ പലപ്പോഴും സാറിനോട് പറയുന്നു, സാറിന്റെ ആരോഗ്യം സാർ ശ്രദ്ധിക്കണ്ടേ. സാറ് ഭയങ്കര തിരക്കാണ്. ഈ പ്രായത്തിൽ സാറ് ഒരു യുവാവിനേക്കാൾ പ്രസന്നതയോടുകൂടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ മാത്രമല്ല, ഇഷ ഗ്രൂപ്പുകാർ കോയമ്പത്തൂരിൽ നിന്ന് സദ്ഗുരുവിന്റെ ആളുകൾ, ഏറ്റവും ടോപ്പിലുള്ള ആളുകൾ, സന്യാസി അടക്കമുള്ള ആളുകൾ സാറിനെ വന്ന് വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ബാംഗ്ലൂർ അവരുടെ ഓർഗനൈസേഷനിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ വളരെ എണ്ണപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ സജീവമായി, ഇതിലൊന്നും സാറിനൊരു മടിയില്ല എന്നുള്ളതാണ്. ഉറക്കം നിന്ന് യാത്ര ചെയ്യാനാണെങ്കിലും അവിടെ പോയി ഫുൾ ടൈം പ്രവർത്തിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ കേരളത്തിലെമ്പാടും ഇന്നലെ ഏറ്റുമാനൂർ സാറിനൊരു ഈ ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. സാറിന്റെ സുഹൃത്ത്, അതായത് സാറിനൊപ്പം 24 മണിക്കൂർ സഞ്ചരിക്കുന്ന ശ്രീ കുരുവിള മാഷ് പറഞ്ഞത് 127 പേര് വന്നു. 127 ആളുകളെ ഇന്നലെ ഈ മനുഷ്യൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കണ്ട് ഓരോരുത്തരുടെയും സങ്കടങ്ങളും ആവലാതികളും കേട്ടിട്ട് അതിന് അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയാണ്. 127 ആളുകൾ. നമുക്കൊരു 5 പേരോട് അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ മഹാഗുരു എന്ന്. ഇനി എന്താ സാറിന് ഇതിന്റെ റിട്ടേൺ? സാറിന് ഒരു റിട്ടേൺ ആവശ്യം. അങ്ങനെ കൂടെ നമ്മളൊന്ന് ആദ്യം ഇതൊക്കെ സാറ് ചെയ്യുന്നത് കച്ചവടത്തിനായിട്ടല്ല, അത് മറക്കേണ്ടത്. ഇന്നെല്ലാം പച്ചവെള്ളവും വായുവും വരെ കച്ചവടത്തിന് വയ്ക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിൽ ശ്രീ കെ വി ദയാൽ എന്നയാൾ അദ്ദേഹത്തിന്റെ അറിവും അനുഭവവും സമൂഹത്തിന് കൊടുക്കുന്നത് നിസ്വാർത്ഥമായിട്ടാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. സാറിന്റെ അടുത്ത് എത്തിച്ചേരാൻ ഒരു ഭാഗ്യമുണ്ടാകും. എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഖം മുഴുവൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അത് വ്യത്യാസം മനസ്സിലാവും. അന്വേഷകർക്കേ ഇവിടെ എത്തിച്ചേരാം. അതാണ് പ്രത്യേകിച്ച്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഭാഗ്യവും ഉണ്ട്. ഏറ്റുമാനൂരെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കിവിടെ ഒരു ചെറിയ സംവിധാനമുണ്ട്, ഇവിടെ വരണം, കടുത്തുരുത്തിയിൽ വരണം. സാറ് സമ്മതിച്ചു. അങ്ങനെ എൻ്റെ നാട്ടുകാർ, ഇരിക്കുന്നവരെല്ലാം എൻ്റെ നാട്ടുകാരും എൻ്റെ ബന്ധുജനങ്ങളും ഒക്കെയാണ്. അവർക്കൊക്കെ സാറിനെ ഒന്ന് പരിചയപ്പെടാനും സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനും പറ്റിയത്. അങ്ങനെ ഏറ്റുമാനൂരെ ക്ലാസ്സിൽ വെച്ചാണ്, അപ്പോഴാണ് ഞാൻ ഈ വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സാർ ഈ ഇരിക്കുന്ന ശിഷ്യന്മാരെയൊക്കെ കണ്ടിട്ട് ആ ശിഷ്യന്മാരെ മനസ്സിലാക്കിയിട്ട് അവരോട് ഓരോ ചുമതലകൾ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ക്ലാസ്സിൽ എന്നോടും എൻ്റെ സഹോദരിയോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫാമർ പ്രൊഡ്യൂസർ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് എന്നെങ്കിലും കേട്ടാൽ പിന്നെ ഈ വാലിൽ തീ പിടിച്ച് ഓടുന്ന ഒരു സ്വഭാവം കൂടെയുണ്ട്. അതുകൊണ്ട് അപ്പോൾ മുതൽ ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി. അങ്ങനെ ഒരു കർഷകരുടെ കൂട്ടായ്മ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും സാറ് പറഞ്ഞ ഒറ്റ കണ്ടീഷനായിരുന്നു, കർഷകർക്ക് പെൻഷനും ബോണസും കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പദ്ധതി തയ്യാറാക്കി. അത് ശിരസാ വഹിച്ചുകൊണ്ട് ഞങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അങ്ങനെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സാറിന്റെ ആരോഗ്യം ഭക്ഷണം എന്ന ക്ലാസ് വാരപുസ്തകത്തിൽ കേട്ടു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചും
അത് നമ്മുടെ ആരോഗ്യത്തിന് എപ്രകാരമാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇത് വേറെ ഒരിടത്തും നമുക്ക് കിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമാണ്. ഞാൻ PhD വരെ ചെയ്ത ആളാണ്. ഞാൻ പഠിച്ച ഒരു സർവകലാശാലയിലും ഒരു കോഴ്സിനും എനിക്ക് സാറ് പറയുന്ന ഒരു കാര്യവും കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ 10 മുതൽ 11:30 വരെ ഞങ്ങൾ ഇവിടെ ക്ലാസ്സിലിരുന്നു. ഈ ക്ലാസ്സിലിരുന്ന ആളുകളൊക്കെ കൂടി ഇരിപ്പുണ്ട്. ഒരു സെക്കൻഡ് നമുക്ക് ശ്രദ്ധ മാറ്റാൻ പറ്റില്ല. പറയുന്ന കാര്യങ്ങൾ പ്രാപഞ്ചിക സത്യങ്ങളാണ്. അത് പ്രാവർത്തികമാക്കാൻ തീരുമാനിക്കുക എന്നതിന് മറ്റൊരു ഉപേക്ഷയില്ല. ഇത് നടപ്പിൽ വരുത്താതെ നിർത്തിയില്ല എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ സാറ് മില്ലറ്റുകൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും അതിനനുസരിച്ച് മില്ലറ്റുകൾ ഇന്ന് ലഭ്യമാണ്. കാരണം യുണൈറ്റഡ് നേഷൻസ് കഴിഞ്ഞ വർഷം മില്ലറ്റ് ഇയറായി സെലിബ്രേറ്റ് ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ധാരാളം അങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. കോട്ടയത്ത് CMS കോളേജിൽ പോയി ക്യാൻറ്റീനിൽ നിന്ന് നമ്മൾ മില്ലറ്റിന്റെ ഭക്ഷണം കഴിച്ചാൽ നമ്മളോട് ഈ കോളേജുകളിലൊക്കെ മില്ലറ്റ് വന്നോ എന്ന് ചോദിച്ചാൽ ആ കോളേജിലെ ക്യാൻറ്റീനിലേക്ക് മില്ലറ്റിന്റെ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് അവർ അത്രമാത്രം മില്ലറ്റുകളെ പ്രചരിപ്പിക്കുന്നതിന് നമ്മുടെ ഭരണകൂടം തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മില്ലറ്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാവുന്ന പ്രോഡക്ട്സ് ലഭ്യത വളരെ കുറവാണ്. മറ്റ് ധാന്യങ്ങൾ ഉപയോഗിച്ച് ധാരാളം പ്രോഡക്ട്സ് നമുക്കിന്ന് മാർക്കറ്റിലുണ്ട്. എന്നാൽ പുതിയ തലമുറയ്ക്ക് കൂടി ഗുണകരമാകുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അത്രയും. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഏരിയ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. ഒരു 6 മാസത്തോളം ഞങ്ങളുടെ ഈ കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ യാത്ര ചെയ്തു. കുറച്ച് പ്രോഡക്ട്സ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതാണ് ഇന്ന് നവലോകയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതൊരു കൊമേഴ്ഷ്യൽ വെഞ്ചറായിട്ടല്ല ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആവശ്യമുണ്ട്. നമ്മുടെ സ്വന്തം ആളുകൾ അത് കൊണ്ടുപോയി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങളോട് ആ ഫീഡ്ബാക്ക് തരികയും അതിനനുസരിച്ച് ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ ഈ 10ൽ നിന്ന് 5 എണ്ണമാണ് ആ ഫീഡ്ബാക്ക് നല്ലതെങ്കിൽ അത് ഞങ്ങൾ സ്കെയിലപ്പ് ചെയ്യാറുണ്ട്. കൊമേഴ്ഷ്യൽ വെഞ്ചറായി. അപ്പോൾ ഓരോ വാനപ്രസ്ഥീയർക്കും അതിനകത്തു നിന്ന് പ്രയോജനം ഉണ്ടാവുന്ന തരത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. ബിസിനസ് മോഡൽ അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് ആ സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പറയാം എന്ന് വിചാരിച്ചാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു 10 പ്രോഡക്റ്റിനെ നമ്മളിപ്പോൾ റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതിനുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യന് ഗുണമുള്ള കഴിച്ചാൽ സാറ് പറയുന്നത് പോലെ മനസ്സും ബുദ്ധിയും ഒക്കെ തെളിയുന്ന നല്ലത് പറഞ്ഞാൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ആളുകളെ മാറ്റുക. ഇന്ന് നല്ലത് പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല. സാർക്കും അത് ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് സാറ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ നല്ലത് റിസീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള നല്ല ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ചെറിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഡക്ട്സ് ഇറക്കിയിട്ടുള്ളത്. ആ ചടങ്ങിലേക്ക് നവലോക ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്കും നവലോകയുടെ 10 മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ലോഞ്ചിങ്ങിലേക്കും എത്തിച്ചേർന്നിട്ടുള്ള സമാദരണീയരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. 12 മുതൽ 12:10 വരെ ഒരു സമയത്താണ് നമ്മൾ ഉദ്ഘാടനം പറഞ്ഞിട്ടുള്ളത്. 12:04 മിനിറ്റേ ഉള്ളൂ. സമാദരണീയനായ ദയാൽ സാറിനെ ഞാൻ ആ ചടങ്ങിലേക്ക് സാറിൻ്റെ വാക്കുകളാണ് നമുക്ക് കേൾക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ സാറിനെ ഏറ്റവും ആദരവോടുകൂടി ഏറ്റവും സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞങ്ങളുടെ മഹാഗുരു ആദരണീയനായ ശ്രീ KV ദയാൽ സാറിനെ ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. നിങ്ങളെ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ദയാൽ സാറിനെ ഇതിൻ്റെ ഉദ്ഘാടനത്തിലേക്കും ഈ പ്രോഡക്ട്സിൻ്റെ ലോഞ്ചിങ്ങിലേക്കും ക്ഷണിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടെ ഇത് നവലോക എന്ന് പറഞ്ഞാൽ പുതിയ ലോകം, കൃഷിയിലൂടെ ഒരു പുതിയ ലോകം നമ്മളുടെ ലക്ഷ്യമാണ്. അതായത് ഒരു പുതിയ ലോകം.
ലോകം എങ്ങനെയായിരിക്കണം? ഒരു ആനന്ദ ലോകം. അതായത് ഒരു ആനന്ദ ലോകത്തിൻ്റെ ഒരു 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 സെൽ ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ ഉദ്ഘാടനം ചെയ്യാം. അതായത് നമ്മളുടെ ലോകം ഇന്ന് ജീവിക്കാൻ കൊള്ളാത്ത ഒരു ലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മേഖലയിലും തലമുറ കഴിയും തോറും മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സമൂഹം. അത് ദി മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓൺ ദിസ് എർത്ത്. അന്യനിക്കലിലേക്ക് അതിവേഗം നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ജീവി. എന്തുകൊണ്ടാണ് ഈ അന്യനിക്കൽ, അതായത് ഒരു ഡീജനറേഷൻ ഈ ജീവിക്ക് സംഭവിക്കാൻ കാരണമെന്ന്? അതിൽ പ്രധാനമായും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അൺനാച്ചുറൽ അന്നം, വിധിച്ചതല്ലാത്ത അന്നം. പ്രകൃതി പഞ്ചഭൂതങ്ങളെ കൊണ്ട് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ പ്രകൃതിക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഏതെല്ലാം ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഈ ജീവിയെ ശരീരം സൃഷ്ടിച്ചത്, അതാണോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും പഞ്ചഭൂതങ്ങൾ 5ഉം തെറ്റിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവി ഡീജനറേഷന് കീഴടങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ കീഴടങ്ങാതിരിക്കാൻ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിധിച്ച അന്നത്തിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് മില്ലറ്റിലേക്ക് മാറുക. അരി, ഗോതമ്പ്, ഈ കാർബോഹൈഡ്രേറ്റുകൾ നമ്മുടേതല്ല. അതിൽ നിന്നും ഒറ്റയടിക്ക് വിധിച്ച കാർബോഹൈഡ്രേറ്റിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാർബോഹൈഡ്രേറ്റിലേക്ക് മാറുക എന്നുള്ളത്. നിലവിൽ തലമുറകളായി നൂറ്റാണ്ടുകളായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് മറ്റൊരു കാർബോഹൈഡ്രേറ്റിലേക്ക് മാറണം. അതിന് ഏറ്റവും അനുയോജ്യമായതും ലഭ്യമായതും, ഇത്രയും മനുഷ്യർ തീറ്റിപ്പോറ്റുകയും വേണ്ടേ? അരി കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വിരളില്ലേ? ഗോതമ്പ് കഴിക്കാൻ പറ്റില്ല, ഗോതമ്പ് നിങ്ങളുടേതല്ല, മനുഷ്യ ശരീരത്തിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ വരണ്ടു പോയില്ലേ? ഇപ്പൊ ഗോതമ്പ് ആൾറെഡി ഔട്ടായി കഴിഞ്ഞു. ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഗോതമ്പിലെ ഘടകം അലർജി ആയി കഴിഞ്ഞു മനുഷ്യർക്ക്. അത് അലർജി ആകും, സ്വാഭാവികമായും അത് അലർജിയാകും. ഗോതമ്പ് അലർജി ആയെങ്കിൽ അരി അലർജി ആവില്ലേ? താമസിയാതെ അരിയും അലർജിയാകും. ഇന്നലെ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഷുഗർ രോഗം മാറില്ല, ഒരിക്കൽ വന്നാൽ മാറില്ല എന്നാണ് ആധുനിക ചികിത്സാശാസ്ത്രം ലോകമെമ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ ഈസി ആയിട്ട് അരിയും ഗോതമ്പിൽ നിന്നും മാറി വേറൊരു കാർബോഹൈഡ്രേറ്റായ മില്ലറ്റിലേക്ക് മാറുമ്പോൾ മാറുന്നു. അതുമല്ല, നമ്മൾ അനി വിധിച്ചതിലേക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് മില്ലറ്റ് എല്ലാം കൂടി പൊടിച്ച് അരച്ചെടുത്തിട്ട് അരിയുടെ രൂപത്തിലാക്കി കൊടുത്താൽ മനുഷ്യൻ തിന്നുന്നായിരുന്നു. കാരണം അരി എന്ന് പറയുന്ന ഒരു സാധനം തലയിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഇത് തിന്നണമെന്നുണ്ടെങ്കിൽ ഇത് അരിയുടെ ഷേപ്പ് ആക്കണം. അപ്പം ഞാൻ എൻ്റെ 1-2 സ്റ്റുഡൻസിനടുത്ത് പറഞ്ഞ് നേരെ ചൈനയിൽ പോയി. ചൈനയിൽ അരി ഉണ്ടാക്കുന്ന മെഷീന് 12 ലക്ഷം രൂപയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അതൊരെണ്ണത്തിന് ഇവിടെ കടത്തി കൊണ്ടുവരിക. എന്നിട്ട് മില്ലറ്റ്, ഓരോ മില്ലറ്റും എടുത്തിട്ട് ഇത് ചെറുമണി അരിയാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അത് കിളിക്ക് തിന്നാനുള്ളതല്ലേ എന്നാണ്. എന്നാൽ പിന്നെ അതിനെ അരിയുടെ വലിപ്പത്തിലാക്കി കൊടുത്താൽ പോലെ. അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇവര് നവലോക പുതിയ പ്രൊഡക്റ്റുകൾ, മില്ലറ്റിൻ്റെ തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കിയിരിക്കുന്നു. അത് കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മതി. വേറെ അഡീഷണൽ ചാർജ് അതിൻ്റെ വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ പുതിയ പ്രൊഡക്റ്റ് നമുക്ക് വന്നിരിക്കുന്നു, പുതിയ പ്രൊഡക്റ്റുകൾ. ഞാൻ ഇത് പറയാൻ തുടങ്ങിയിട്ട്, മില്ലറ്റിലേക്ക് മാറാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 12 വർഷമായിട്ടുണ്ട്. ഒന്നുമറ്റ ആൾക്കാർ മാത്രം അത് കഴിക്കുകയും അത് ഷുഗർ രോഗം മാറ്റുകയൊക്കെ ചെയ്തിട്ടിരുന്നു. എന്നാൽ ലോകാരോഗ്യ സംഘടന UN-ൽ നിന്ന് 2023 ഒരു മില്ലറ്റ് ഇയറായിട്ട് ലോകമെമ്പാടും ആഘോഷിച്ചു. അതിൻ്റെ ഫലമായി ഇന്ന് മില്ലറ്റ് മിഷൻ വന്നു. മില്ലറ്റിൻ്റെ പുതിയ
സംവിധാനങ്ങൾ വന്നു, പ്രൊഡക്റ്റുകൾ വന്നു. സ്വപ്നത്തിൽ കാണാത്ത പ്രൊഡക്റ്റുകളാണ് മില്ലറ്റിൻ്റെ. അരി കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകൾ വന്നു കഴിഞ്ഞു. ഇനി ആളുകൾ അത് തിന്നു തുടങ്ങണം, തിന്നേ പറ്റൂ. എനിക്ക് സംശയമൊന്നുമില്ല, നാളെ ഒരു 2-3 വർഷത്തിനുള്ളിൽ നമ്മൾ പത്രത്തിലൊരു ന്യൂസ് വായിക്കും, ക്യാൻസറിന്റെ മൂല കാരണങ്ങളിൽ ഒന്ന് അരിയാണെന്ന് വായിക്കും. അന്നായിരിക്കും നമ്മൾ വേവലാതിപ്പെടാൻ പോവുക, ഇനി എന്താ കഴിക്കാൻ പോവുക. അത് ആധുനിക ചികിത്സാ ശാസ്ത്രം തന്നെ പറയും. കാരണം അരി കഴിച്ചിട്ടാണ് ഷുഗർ എന്ന് എല്ലാവർക്കും അറിയാം. ഷുഗർ ഒരു ഡീജനറേഷനാണ്, ക്യാൻസറും ഒരു ഡീജനറേഷനാണ്. അങ്ങനെ രണ്ടും ഒന്ന് തന്നെ, രോഗം രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഷുഗറിനെ നമുക്ക് പേടിയില്ല, ക്യാൻസറിനെ പേടിയാണ്. ഇത്ര വ്യത്യാസമുള്ളതിന് പിന്നെ അതിന് കൊടുക്കുന്ന ചികിത്സ മനുഷ്യന് നേരത്തെ കൊല്ലുകയും ചെയ്യും. ഷുഗർ പതുക്കെ പതുക്കെ കണ്ണിനെ കൊല്ലും, പിന്നെ തലച്ചോറിനെ കൊല്ലും, കാലിനെ കൊല്ലും. ഇങ്ങനെ പതുക്കെ പതുക്കെയാണത് കൊല്ലുകാരെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കി, അതിന് നവലോക അതിനെ ഇനീഷ്യേറ്റീവ് എടുത്തു. അവർ തമിഴ്നാട്ടിൽ പോയി, പല സ്ഥലങ്ങളിൽ പോയി. അവരെ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ്. അതല്ല നമ്മളുടെ, അതിനും അപ്പുറത്ത് ഫാർമർ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് പുറത്താണ് ഫാർമർ പ്രൊഡ്യൂസിങ് കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ പ്രഥമ ആവശ്യം ഭക്ഷണമാണ്. ഈ പ്രഥമ ആവശ്യം ഉത്പാദിപ്പിക്കുന്നത് കർഷകനാണ്. അങ്ങനെയാണെങ്കിൽ കർഷകനല്ലേ ആയിരിക്കണ്ടേ പ്രഥമ പ്രജ? ആയിരിക്കണ്ടേ? എല്ലാവരും കഴിക്കുന്ന കർഷകൻ ഉണ്ടാക്കിയതല്ലേ? മന്ത്രിമാരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും കഴിക്കുന്ന ഭക്ഷണമല്ലേ? ഈ ഭക്ഷണം ഉത്പാദിപ്പിക്കുന്നത് കർഷകനാണ്. കർഷകനായിരിക്കണ്ടേ പ്രഥമ പ്രജ? പക്ഷേ ഇന്ന് കർഷകൻ എന്ന് പറയുന്ന വിഭാഗം ഏറ്റവും താഴ്ന്ന വിഭാഗം, നെഗ്ലക്റ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന വിഭാഗമാണ്. മറ്റെന്തെങ്കിലും വരുമാന മാർഗമുണ്ടെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ കൃഷിയിലുണ്ടാകും. കാരണം അതിന് ആഹാരമല്ല, സാമ്പത്തിക നേട്ടമില്ല, സുരക്ഷിതത്വം ഇല്ല, പിന്നെ ആരാണ് വരിക? അതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റിനോടും എല്ലാ സംവിധാനത്തിലും പറഞ്ഞിരിക്കുന്നത് കർഷകനാണ് പ്രഥമ പ്രജ. ആ കർഷകന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം മുഴുവൻ ഉൽപാദന ചെലവും 50% കൂടി ഇട്ടിട്ട് അവന് വിലയ്ക്ക് കൊടുത്ത് ഗവൺമെന്റ് എടുക്കണം. ഉൽപാദനത്തിന് ആനുപാതികമായ ബോണസ് കൊടുക്കണം. ഉൽപാദനവുമായിട്ട് ലിങ്ക് ചെയ്യണം. അത് വെറുതെ ബോണസ് കൊടുത്തിട്ട് കാര്യമില്ല. ഉൽപാദനത്തിന് ആനുപാതികമായി ബോണസ് കൊടുക്കണം, അവന് പെൻഷൻ കൊടുക്കണം. എന്നിട്ട് ഗവൺമെന്റ് എടുത്തിട്ട് വെറുതെ വേണേ നാട്ടുകാർക്ക് കൊടുക്കും. അതിന് കർഷകന് എതിർപ്പൊന്നുമില്ല. പക്ഷെ കർഷകന് വേണ്ടത് കിട്ടണ്ടേ, കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ സമൂഹം ബാധ്യസ്ഥരല്ലേ? ശരിക്കും സമൂഹം മുഴുവൻ 3 നേരം കഴിക്കുന്നത് കർഷകൻ ഉണ്ടാക്കിയതല്ലേ? ആ കർഷകനെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനില്ലേ? സമൂഹത്തിന്റെ പ്രതിനിധിയായ ഗവൺമെന്റിനില്ലേ? പക്ഷെ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഗവൺമെന്റുകൾ മാറി നിൽക്കുന്നു. അപ്പൊ ജനങ്ങൾ തന്നെ ഒരു ചെറിയ മോഡൽ കാണിക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ കോഴിക്കോട് ഒപ്പം തുടങ്ങിയിട്ടുണ്ട്. അവരൊരു 10 കർഷകരെ എടുത്തിട്ട് അവരിൽ നിന്നും പ്രൊഡക്റ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ബോണസും കൊടുക്കും, പെൻഷനും കൊടുക്കും. വിദേശ മാർക്കറ്റിൽ വിറ്റ് കൂടുതൽ വില വാങ്ങി കർഷകന് ന്യായമായ വില അവരുടെ പ്രൊഡക്റ്റ് എടുക്കുകയും ആ പ്രൊഡക്റ്റിന് ആനുപാതികമായ ബോണസും പെൻഷനും നമ്മൾ കൊടുത്ത ശേഷം ഗവൺമെന്റിനോട് പറയും, ഇതാ ഞങ്ങൾ കൊടുക്കാൻ കഴിയും. വിഷം തിന്നുന്നുണ്ട് എങ്കിൽ വിഷം കർഷകരിട്ടതാണ്, യാതൊരു സംശയമില്ല. കർഷകനല്ലാതെ വേറെ അറിയാൻ പാടില്ല, അവനെന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ അടുക്ക പല കർഷകരും, തമിഴ്നാട്ടിലെ കർഷകരും പറഞ്ഞു, നിങ്ങളൊരു വഴി പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ലാഭകരമായി കൃഷി ചെയ്യാം, ഞങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന യാതൊരു ആഗ്രഹവും ഇല്ല. ഞങ്ങൾ മനസ്സറിഞ്ഞല്ല ഇത് ചെയ്യണേ. അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷം മുഴുവൻ നമ്മുടെ ഭക്ഷണത്തിൽ കലർത്തുന്നത്. കൂട്ടത്തിൽ ആധുനിക കൃഷി ശാസ്ത്രവും വൈദ്യുതി എല്ലാം മില്ലറ്റാണ്. സാധാരണഗതിയിൽ ഇപ്പം നൂഡിൽസ് ഇറങ്ങിയിട്ടുണ്ട്. നൂഡിൽസ്, മില്ലറ്റിൻ്റെ നൂഡിൽസ്, അതിനകത്ത് ഒരു 10% എങ്കിലും ഇത് വരും, മൈദ വരും. അല്ലാതെ അത് ഇതായി കിട്ടില്ല. നീണ്ട് നൂല് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പശ വേണം. താമസിയാതെ തന്നെ ഇന്ന് സോഫി വരില്ലേ?
സോഫി എന്ന് പറയുന്ന ആൾ വരും. സോഫി മധുരക്കിഴങ്ങും മില്ലറ്റും കൊണ്ടുള്ള നൂഡിൽസ് ഇറക്കി കഴിഞ്ഞു. ഇനി അതിൻ്റെ മെഷീൻ കൂടി വന്നാൽ മതി. അപ്പോൾ വരും. അപ്പോൾ അത് നന്നായിട്ട് കുട്ടികൾ കഴിക്കും. ഇതൊക്കെ കുട്ടികൾ കഴിക്കും. ഇത് ഹണി, തേനും കൂടി ചേർത്തിട്ടുള്ള ഒരു മില്ലറ്റ് ഫ്ലേക്സ്, അതായത് അവല് പോലെ എടുത്തതാണ്. ഇത് ചോക്ലേറ്റ് മസിലി. അതായത് കുട്ടികൾക്ക് സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രൊഡക്റ്റ് ആക്കുക എന്നുള്ളതാണ് പ്രധാനം. സാധാരണ രീതിയിൽ ആദ്യം ചെയ്യണം മില്ലറ്റിന്റെ കഞ്ഞി. ഒരു 3 ദിവസം കഴിച്ചു കഴിയുമ്പോൾ കഞ്ഞി മടുക്കും. കഞ്ഞി മടുക്കും. പിന്നെ ഉണ്ടാക്കാൻ പറ്റണം ഉപ്പുമാവ്. അതും ചിലപ്പോൾ 3-4 ദിവസം കഴിക്കും. ഇതാണ് കുഴപ്പം. കുട്ടികൾക്ക് സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇതിനെ ആക്കിയെടുക്കുക. ഞാനപ്പോൾ എപ്പോഴും ഓർക്കും, ഇതിപ്പോൾ ഫ്ലേക്സ് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ. ഇപ്പം ഞാൻ മധുരക്കിഴങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇറക്കും, ബാംഗ്ലൂരിലുള്ള ഒരു സ്റ്റുഡൻറ്റ് ഇറക്കും. അതായത് ലേസ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ കൊല്ലുന്ന ഒരു സാധനം ഇറക്കി. ലേസ് പിള്ളേരെ പല വീഴ്ത്തിയിരുന്ന ഒരു സാധനമാണ്. അത് ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുന്ന GM സീഡിൽ ഉത്പാദിപ്പിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. നല്ലൊരു ശതമാനം ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ലേസ് കഴിച്ചാൽ പിള്ളേരുടെ കുഴപ്പം എന്തായിരിക്കും എന്നറിയാമോ? മൂടെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. മൂടെപ്പോഴും ഇപ്പൊ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഒരു മൂടാണെങ്കിൽ അടുത്ത നിമിഷം വേറെ ആയിരിക്കും. ജനറ്റിക്കലി മോഡിഫിക്കേഷൻ കുട്ടികളുടെ ഉള്ളിൽ സംഭവിക്കണേ. ജനറ്റിക്കലി മോഡിഫൈഡ് ലേസ് കുട്ടികളെ കീഴടക്കി അതിന് ബദലായിട്ട് മധുരക്കിഴങ്ങിൻ്റെ ഒരു ലേസ്, പേര് പോലും അതിന് സമാനമായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. ലേസ് പോലെ പേരിരിക്കണം, സാധനം അതിനേക്കാളും ടേസ്റ്റി ആയിരിക്കണം. ബാംഗ്ലൂരുള്ള ഒരു IT പ്രൊഫഷണൽ ചെറുക്കനാണ്. 24 വയസ്സേ ഉള്ളൂ. ആ ചെറുക്കൻ എല്ലാ ഞായറാഴ്ചയും ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ് പഠിച്ചത്. എനിക്ക് വാക്ക് തന്നിരിക്കുകയാണ്, ഞാനൊരു ലേസ് സാറിനൊക്കെ ഇറക്കണം. മാർക്കറ്റിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്ന പ്രൊഡക്റ്റിന് തത്തുല്യമായ, അതിനേക്കാളും ഒരു പടി കൂടി സ്വാദിഷ്ടമായ, എന്നാൽ കുട്ടികൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും ഇത് വളരെ റാഗി ചായ പട്ടേ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് വളരെ അട്രാക്റ്റീവായിട്ട് നല്ല കളറൊക്കെ കൊടുത്തിട്ട് എടുക്കാം. റാഗിയുടെ അഡ്വാൻറ്റേജ് നമ്മൾ അറിയാൻ പറ്റിയിട്ടാണ്. റാഗിയുടെ അഡ്വാൻറ്റേജ് നമുക്ക് അറിഞ്ഞുകൂടാ. റാഗി കഴിക്കാൻ ഞാൻ ഇടുക്കിയിൽ ഒരുമയൂര് എന്ന് പറയുന്ന ഒരു ആദിവാസി ഊരിൽ താമസിച്ചു. അതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് താമസിച്ചതാണ്. അവിടെ നോക്കുമ്പോൾ ഒരൊറ്റ എണ്ണം നനച്ചിട്ടില്ല. ആദിവാസി ഊരിൽ ഒരു മനുഷ്യൻ നനച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നരക്കാത്ത കാര്യം. എൻ്റെ കൂട്ടത്തിൽ ശിവപ്രസാദ് മാഷ് എന്ന് പറയുന്ന ഒരു മാഷുണ്ട് കണ്ണൂരിൽ. മാഷേ, ഇവരുടെ ഭക്ഷണം എന്താണെന്ന് നമ്മളൊന്ന് പഠിക്കണ്ടേ? ഒറ്റെണ്ണം നനച്ചിട്ടില്ലല്ലോ. 90 വയസ്സായതും 80 വയസ്സായതും ഉണ്ട്, ഒന്നും നനച്ചിട്ടില്ല. നമ്മുടെ ഇവിടെ കുട്ടികൾക്ക് ജരാനരയും വന്നിട്ടിരിക്കും. അപ്പോൾ കൊച്ചിലെ തന്നെ നരങ്ങളെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം. അപ്പം ഇതെല്ലാം കഴിക്കുന്നത് അത് പ്രധാനമായിട്ടും 3 നേരവും കഴിക്കുന്നത് റാഗി എന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ റാഗി കഴിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ നിങ്ങൾ കഴിക്കില്ല സാറന്മാരെ. ഞങ്ങൾ പറഞ്ഞു, അല്ല ഞങ്ങൾ കഴിക്കും, നിങ്ങൾ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അവസാനം അവർ ആട്ടി കുഴച്ചിട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കിയില്ലേ അമ്പലപ്പറമ്പുകളിൽ, പുഴുക്കുണ്ടാക്കാനുള്ള തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇട്ടിട്ട് കൊണ്ടുവന്ന് വെച്ചു. തിന്നാൻ പറ്റും, വായി വെക്കാൻ പറ്റില്ല. ഇതെങ്ങനെയാ തിന്നുക? അപ്പോഴത്തേക്കാണ് അവരൊരു കറി കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഒഴിച്ച് അവരുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന തുവരപ്പരിപ്പ്, കുറച്ച് പച്ചിലയും കൂടിയുള്ള ഒരു തല്ലിക്കലക്ക് സാമ്പാർ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചു. എത്ര വേണേലും തിന്നു. അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റിനും തമ്മിലുള്ള കോമ്പിനേഷൻ അവരെടുത്തിരിക്കുന്നു. നന്നായിട്ട് കഴിക്കുന്നു. മുടി പ്രോട്ടീനാണ്. ആ പ്രോട്ടീനും ഈ കാർബോഹൈഡ്രേറ്റും തമ്മിലുള്ള കോമ്പിനേഷനാണ് അതിൻ്റെ രഹസ്യം. അപ്പം പക്ഷേ നമുക്കറിയില്ല. പണ്ട് കാലത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് റാഗി കുറുക്കിയായിരുന്നു, അല്ലേ? പണ്ട് കാലത്ത് റാഗി ആയിരുന്നു കൊടുക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ റാഗി മാറി. പിന്നെ എന്തായി? ബോൺമിറ്റായും ഹോർലിക്സും ഒക്കെ. ഉപ്പുമാവ് 2 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാവും. 2 മിനിറ്റ്. അതല്ലേ നൂഡിൽസ് ദോ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുത്ത്. അതാണ് പാകം ചെയ്യാൻ എളുപ്പമായിരിക്കണം, സ്വാദിഷ്ടമായി. ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ എപ്പോഴും വീട്ടിൽ വഴക്കിട്ടിരുന്ന ഒരു സാധനം. ഞാൻ പറഞ്ഞു, ഒറ്റ കറി മതി,
ഒറ്റക്കറി മതി ചോറ് തിന്നെ. പക്ഷേ ഇന്നത്തെ സോദ അരിക്കരുത് നാളെ അതിന് അതായത് മസാലയുടെ കോമ്പിനേഷൻ ഒന്ന് മാറ്റിയാൽ പോരെ. പാചകം ചെയ്യാനായിട്ട് എന്തൊരു എളുപ്പമായിരിക്കും. പാൻ കേക്ക് മിക്സഡ് ഫ്രൂട്ട്, മില്ലറ്റ് പാൻ കേക്ക്, ചോക്ലേറ്റ് കൊണ്ട് മിക്സഡ് ഫ്രൂട്ട് കൊണ്ട് മിക്സഡ് ഫ്രൂട്ട് എല്ലാം ഒരുപാട് ഏത് പ്രൊഡക്റ്റുകളിൽ ഇറക്കാൻ നമുക്ക് ഏത് പ്രൊഡക്റ്റുകളിൽ അവല്, മില്ലറ്റിൻ്റെ അവല്. സാധാരണ അവല്, മില്ലറ്റിൻ്റെ അവല് ഞാൻ തിന്നിട്ടുണ്ട്, അത് കട്ടിയായിരുന്നു. ഇതല്ല, കുറെ കൂടി പരന്നതാണ്. അപ്പം കുറച്ചുകൂടി എളുപ്പം നമുക്ക് കഞ്ഞിയായിട്ട് കുടിക്കാൻ 1 മിനിറ്റ് മതി. ചൂടുവെള്ളത്തിലേക്ക് ഇതൊരു സ്പൂൺ ഇട്ടാൽ അപ്പോൾ കഞ്ഞിയായി. അത് ഈ അവല് പോലെ തന്നെ പരത്തിയെടുക്കും. അവല് വരട്ടുകയും ചെയ്യാം, പരത്തിയെടുക്കും. മില്ലറ്റ് ഫ്ലൈസ് പുട്ടിൻ്റെ പൊടി, ഒരു സാധനം കൂടി അവർക്ക് പുട്ടുപൊടി. ഞാൻ റാഗി താരതമ്യേന പരുക്കനാണ്, കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അതിനകത്ത് പപ്പായ ചിരണ്ടിയിട്ട് തിരുമ്മിയാൽ നല്ല പുട്ടല്ലേ, കഴിച്ചു നോക്കി, നല്ല പുട്ടല്ലേ, നല്ല മയോളം പുട്ട് കിട്ടും. അപ്പോൾ പച്ചപ്പപ്പായ അരിഞ്ഞുണങ്ങി പൗഡറാക്കി അത് കൂടി കൊടുക്കാൻ കഴിയും. ഇനി ഇഡലി ദോശ മിക്സ് 2 മില്ലറ്റിൻ്റെത് ഇന്ന് വരും. ഇഡലി ദോശ മിക്സ് വരും. എല്ലാ പ്രൊഡക്റ്റുകളും വരട്ടെ. മില്ലറ്റിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക, ഷുഗറിൻ്റെ നോട്ടീസ് അടിച്ച് പ്രചരിപ്പിക്കുക. കാരണം നല്ലൊരു മോർ ദാൻ 30% മനുഷ്യർക്ക് ഷുഗറായിട്ട് 35-40% വരും അടുത്ത തലമുറ. അത്രയും പേര് ഷുഗർ പേഷ്യൻസ് ഉണ്ട്. അപ്പം മില്ലറ്റിന് ഡിമാൻഡ് ഉണ്ട്, ഇവിടെ ഉണ്ടാകും. സാറിന് ഒത്തിരി നന്ദി. ഇതിൻ്റെ എല്ലാം പ്രചോദനം സാറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആശയവും ഇത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തിയതും ഇതിൻ്റെ മേൽനോട്ടവും അതാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസവും ധൈര്യവും. കാരണം സാറ് സത്യത്തിൻ്റെ ഒരു പ്രതിരൂപമാണ്. അതുകൊണ്ട് സത്യം പരാജയപ്പെടില്ല എന്ന് തന്നെ ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾ മേടിക്കണം. ഇതിപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രോഫിറ്റും നമ്മൾ ഇട്ടിട്ടില്ല, കോസ്റ്റ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. വെളിയിൽ ഇത് കൊടുക്കുന്നുമില്ല. നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ കൊടുക്കൂ. ഈ 10 പ്രോഡക്റ്റിൻ്റെയും ശരിയായ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ തരണം. അതിൽ നിന്ന് നല്ലത് നോക്കി നമുക്ക് ഇറക്കാം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ കർഷകരുടെ സാറ് പറഞ്ഞത് ഇടുക്കി ഹൈറേഞ്ചിലെ NSS യൂണിയനുമായി നമ്മൾ ഒരു ധാരണയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഏലമാണ് മുഴുവനും കൃഷി. മാരകമായി രാസവളങ്ങളും കീടനാശിനിയും ചേർത്തിട്ടാണ് മണ്ണ് മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരതിനകത്തൊരു നമുക്ക് പ്രയോജനമുള്ള കുറച്ച് വിളകൾ കൃഷി ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതാണ് സാറിനൊപ്പം എല്ലാ പിന്തുണയുമായി നിൽക്കുന്നത്. ഇത് ഈ പോകുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, സാറിൻ്റെ വീട്ടിലും സാറിൻ്റെ പ്രവർത്തനങ്ങളിലും എല്ലാം ആത്മാർത്ഥതയോട് നിൽക്കുന്ന ഒരാളാണ്. 2 വാക്ക് ശ്രീ ഗുരുവിള മാഷ് പറഞ്ഞുകൊണ്ട് ഇതിലെ പ്രോഡക്റ്റുകൾ ശ്രീ ദയാൽ സാറിൽ നിന്ന് ഗുരുവിള മാഷിന് ആദ്യമായി വിപണനം ചെയ്യുകയാണ്. ഇപ്പോൾ ഞങ്ങളത് കണ്ടത് ഒരു ആത്മമിത്രത്തിന് തന്നെ സാർ അത് കൊടുത്തുകൊണ്ട് നവലോകയുടെ ഉൽപ്പന്നം പുറത്തിറക്കട്ടെ എന്നുള്ളതായിരുന്നു. ശ്രീ ഗുരുവിള മാഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ എൻ്റെ ഗുരുനാഥൻ ദയാൽ സാർ, വേണു സാർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ഇന്ന് തിരഞ്ഞെടുത്ത നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്, ശരിക്കും മില്ലറ്റിൻ്റെ കുറേ വർഷമായി ഞാൻ ദയാളൻ എന്നാണ് വിളിക്കുന്നത്. ദയാളൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇപ്പോൾ അത് ഒരു വേൾഡ് ലെവലിൽ സ്റ്റാൻഡേർഡായി വേണു സാർ ഇറക്കിയിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ ഇതുവരെയുള്ള ഇതിൻ്റെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് മില്ലറ്റ്സിലേക്ക് ആളുകളെ ആകർഷിക്കാൻ, അത് കൊച്ചുകുട്ടികളെയും പ്രായമായവരെയും എല്ലാവരെയും ആകർഷിക്കാൻ തക്കവിധം നവലോക ഇറക്കിയിരിക്കുന്നു എന്നുള്ളൊരു അതിയായ സന്തോഷമാണ്. ആദരണീയനായ ഗുരു ദയാൽ സാറ്, അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ, പ്രിയമുള്ള ശ്രോതാക്കളെ,
ഗുരുജനങ്ങളെ, നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വപ്നങ്ങൾ കാണണം, പക്ഷേ അത് നിങ്ങളെ ഉറക്കുന്നതാരും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ ദയാൽ സാർ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉറങ്ങുന്നില്ല പോട്ടെ. അദ്ദേഹം നമ്മൾ എവിടെയൊക്കെ ക്ലാസ് നടത്തുന്നുണ്ടോ അവിടെയെല്ലാം നമ്മളുടെ ഇന്നത്തെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധ്യം വരുത്തിയിട്ട് ഉറക്കം കെടുത്തുകയും ചെയ്യും. അങ്ങനെ ഉറക്കം കെട്ട ചില ആളുകളാണ് ഇന്ന് ഇവിടെ ഈ നവലോക ഫാർമസിക്ക് രൂപം കൊടുത്തത്. ഞാനതിൻ്റെ ഭരണസമിതിയിലൊക്കെ ആണെങ്കിൽ പോലും വളരെ നേരിയ പ്രവർത്തനങ്ങളിലെ ഭാഗമായിട്ടുള്ളൂ. എങ്കിൽ പോലും ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രോഡക്ട്സ് ഇറക്കുവാൻ കഴിഞ്ഞതിലും അതിൽ ദയാൽ സാറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലും അതിയായ അഭാവമുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഞാനൊരു കൃഷിക്കാരനാണ്. ഒരു 40 വർഷമാണ് നെൽകൃഷി ചെയ്ത് വർഷാവർഷം ലക്ഷങ്ങളില്ലെങ്കിലും അതിനോട് അടുപ്പിച്ച തുക നഷ്ടത്തിൽ കൊണ്ടു നടക്കുന്നൊരു ആളാണ് ഞാൻ. നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സ്വഭാവമാണ് ഈ കൃഷിക്കാർക്ക്. നഷ്ടമുണ്ടാവും, പക്ഷേ എല്ലാ വർഷവും അടുത്ത വർഷം വിത്ത് ഇറക്കുന്ന സമയമാകുമ്പോൾ വിത്ത് കാണും. നമ്മൾ ഒരു പുതിയ പ്രസ്ഥാനത്തിന് ഇന്ന് ഔപചാരികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ നാളുകളായി ഉള്ളൊരു ആശയമാണ് ഇന്ന് പ്രാവർത്തികമായിരിക്കുന്നത്. ഇതുവരെ ഒരു ചെറിയ രൂപമാണ് തുടങ്ങിയിരിക്കുന്നത്. കർഷകർക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സമയാസമയങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഇതിലൂടെ ഏറ്റെടുക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. ദയാൽ സാറിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും സാർ 1-2 ആളുകളെ കാണാൻ പോയി. പറഞ്ഞു ഞങ്ങൾ അവിടെ മുഖമ്മയിൽ 1-2 ജൈവ കർഷകരുടെ അടുത്തൊക്കെ പോയിരുന്നു. അപ്പോൾ സാറിന് ഞങ്ങൾ പേര് ചോദിച്ചു. സാറ് ഒറ്റ മിനിറ്റ് തന്നെ പറഞ്ഞു നവലോക എന്ന് പേരിട്ടാണ് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു സന്തതിയാണ് നവലോക ഫാർമർ പ്രൊഡ്യൂസ് കമ്പനിയിലേക്ക് പറയുന്നത്. മുഴുവൻ മാർഗദർശനം നടത്തുന്നതും സാറിൻ്റെ കെട്ടുപാട്ടാണ്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെയേറെ യാത്രകൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത്. എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്റെ സ്ഥാപനത്തിന്റെ പേര് മില്ലറ്റ് ഫാക്ടറി ഫാർമസി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അട്ടപ്പാടിയിലാണ്. കമ്പനി നെയിം ബ്രാൻഡ് നെയിം പാലി മില്ലറ്റ്. അത് കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് കഴിക്കാം, അതാണ് എന്റെ സ്ലോഗൻ.